മരതകച്ചോല എന്ന അതിമനോഹരമായ ഗ്രാമത്തിലായിരുന്നു മീനുവും ബാലുവും പിന്നെ അവരുടെ കൂട്ടായ ടോബിയും താമസിച്ചിരുന്നത്. മീനുവും ബാലുവും സുഹൃത്തുക്കളായിരുന്നു. നല്ലവരായ ഗ്രാമവാസികളായിരുന്നു ഗ്രാമം മുഴുവൻ. അടുത്തുള്ള നമ്മുടെ കാട് അതിമനോഹരമാണ്. ഒരുപാട് മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞതാണ്. നമുക്ക് നാളെ കാട്ടിൽ പോയി കളിച്ചാലോ? നമ്മുടെ വീട്ടിൽ സമ്മതിക്കുമോ നീനു? നമുക്ക് ആരോടും പറയാതെ പോകാം. വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ചു വരാം. ശരി, എങ്കിൽ പോവാം. ടോബി ഇതെല്ലാം കേട്ട് ചെറുപുഞ്ചിരിയോടെ തലയാട്ടി. അങ്ങനെ അവർ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ മുഴുവനും നാളത്തെ യാത്രയെക്കുറിച്ചായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 3 പേരും കൂടി അൽത്തറയിലേക്ക് വരുന്നു. നേരെ ഇരുട്ടും മുന്നേ തിരിച്ചു വരണം നീനു. ശരി ബാലു, വേഗം തിരിച്ചു വരാം. അങ്ങനെ അവർ കാട്ടിലേക്ക് യാത്രയായി. നീനു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തു ഭംഗിയാണ് ഈ കാട് കാണാൻ. കിളികളും മരങ്ങളും പൂക്കളും പൂമ്പാറ്റകളും നമുക്കൊരു ദിവസം കണ്ടാൽ മതിയാവില്ല. എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെ അവർ കാട്ടിലെ മൃഗങ്ങളും പൂക്കളും പുഴകളും കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. നീനു, വാ പോവാം. സമയം ഒരുപാടായി. എനിക്ക് പേടിയാവുന്നു. ശരിയാ, ഇരുട്ടായി. നമുക്ക് പോകാം. അങ്ങനെ അവർ വീട്ടിലേക്ക് നടന്നു നീങ്ങി. എന്നാൽ ഇരുട്ടായതിനാൽ അവർക്ക് വഴി തെറ്റിപ്പോയിരുന്നു. 3 പേരും പേടിച്ചു വിറച്ചുപോയി. പെട്ടെന്നായിരുന്നു മഴ പെയ്യാൻ തുടങ്ങിയത്. അവർ ഒരു മരത്തിൻ്റെ അടിയിൽ പോയി പതിയിരുന്നു. എന്നാൽ ദൂരെ നിന്നൊരു കരച്ചിൽ കേട്ടു. അവർ 2 പേരും കൂടെ ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. അതൊരാനയായിരുന്നു. വേട്ടക്കാർ മൃഗങ്ങളെ കൊടുക്കാൻ വെച്ച കെണിയിൽ ആന കുടുങ്ങിപ്പോയതായിരിക്കും. പാവം, മീനു പറഞ്ഞു. ബാലു, നമുക്ക് ഈ ആനയെ രക്ഷിച്ചാലോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. അത് നമ്മളെ ഉപദ്രവിക്കുമോ? പാവം ബാലു, നമുക്കതിനെ രക്ഷിക്കാം. അതിന് നടക്കാൻ പറ്റില്ല. കാലിൽ നിറയെ മുള്ളുകളാണ്. അങ്ങനെ ബാലുവും മീനുവും കൂടി ആനയുടെ അടുത്തേക്ക് നടന്നു നിന്നു. അതിൻ്റെ കാലിൽ മുറിവുണ്ടായിരുന്നു. അവർ അടുത്തുള്ള ഒരു പഴയ തുണിയെടുത്ത് അതിൻ്റെ കാലിൽ കെട്ടിക്കൊടുത്തു. ഒരുപാട് നന്ദി കൂട്ടുകാരെ. വേട്ടക്കാർ എന്നെ കുടുക്കിയതാണ്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയേനെ. നന്ദിയുണ്ട്. ഇപ്പോൾ ശരിയായില്ലേ? ആ, വേദന ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ആട്ടെ, നിങ്ങളെന്താ ഈ കാട്ടിലൂടെ നടക്കുന്നത്? രാത്രിയായാൽ ഒരുപാട് മൃഗങ്ങളുണ്ടാവും. ഞങ്ങൾ കാട് കാണാൻ വന്നതാണ്. കാട് കണ്ട് തിരിച്ചു പോകുമ്പോൾ വഴി തെറ്റിപ്പോയി. ഞങ്ങളെ സഹായിക്കുമോ? അതിനെന്താ, തീർച്ചയായും ഞാൻ സഹായിക്കാം. പക്ഷെ ഇന്നിനി പോവാൻ പറ്റില്ല. നാളെ കാലത്ത് പോവാം. ഇന്ന് എൻ്റെ കൂടെ താമസിച്ചോളൂ. മറ്റു മൃഗങ്ങൾ വരില്ലേ? ഒരു കുഴപ്പവുമില്ല, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. അയ്യോ, അച്ഛനും അമ്മയും നമ്മളെ തിരക്കി നടക്കുന്നുണ്ടാവും. നമ്മൾ എന്താണ് ചെയ്യുക? ടോബിയെയും കാണാനില്ല. നമ്മൾ എങ്ങനെ നാളെ വീട്ടിലോട്ട് പോകും? ടോബിയെ നമുക്ക് നാളെ രാവിലെ കണ്ടുപിടിക്കാം. അത് കുഴപ്പമില്ല. നമുക്ക് നാളെ വീട്ടിൽ ചെന്ന് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളെ തീർച്ചയായും വഴക്ക് പറയില്ല. അങ്ങനെ ബാലുവും മീനുവും കൂടി ആനയുടെ കൂടെ ഗുഹയിലേക്ക് നടന്നു. അങ്ങനെ കൂരാക്കൂരിരുട്ടായി. ദൂരെ നിന്ന് ഭീകരമായൊരു ശബ്ദം കേൾക്കുന്നു.
അതൊരു കൂട്ടം സിംഹങ്ങളായിരുന്നു. അവർക്കടുത്തേക്ക് ആ സിംഹങ്ങൾ പാഞ്ഞെടുത്തു. സിംഹങ്ങളെ, നിങ്ങളിവരെ ഒന്നും ചെയ്യരുത്. ഇവർ എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നെ വേട്ടക്കാരിൽ നിന്നും രക്ഷിച്ചത് ഇവരാണ്. ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകൂ. അതെയോ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ കരുതി നമ്മളെ ഉപദ്രവിക്കാൻ വന്ന വേട്ടക്കാരാണെന്ന്. അല്ലല്ല, ഇവർ എൻ്റെ സുഹൃത്തുക്കളാണ്. എങ്കിൽ ശരി സിംഹമേ, ഞാൻ പോയി കിടക്കട്ടെ. നല്ല ക്ഷീണം. പിന്നെ ഇവര് രാവിലെ യാത്രയാക്കാനുള്ളതാണ്. അങ്ങനെ സിംഹങ്ങൾ തിരിച്ചുപോയി. മീനുവും കൂട്ടുകാരും ഉറങ്ങാനും പോയി. സമയം രാവിലെയായി. ആനയും സിംഹങ്ങളും ബാലുവും മീനുവും മറ്റെല്ലാ മൃഗങ്ങളും കൂടി സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരടുത്തേക്ക് ടോബി ഓടി വന്നു. അപ്പോൾ മീനു പറഞ്ഞു, നന്ദി സുഹൃത്തുക്കളെ, ഞങ്ങളെ സംരക്ഷിച്ചതിന്. ഞങ്ങൾ പോകുന്നു. ശരി കൂട്ടുകാരെ, നിങ്ങൾ ഇനിയും വരണം. ഞങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. അല്പസമയം കഴിഞ്ഞതും അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് എത്തി.